ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂലൈ മാസം 26 തീയതി വെള്ളിയാഴ്ച ദിവസം 1799 കർക്കിടക മാസം 11 തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 4 തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:16 അസ്തമയം വൈകുന്നേരം 6:41 നാളത്തെ ഉദയാൽപരം തീയതി ഷഷ്ടി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം 4:18 ഉത്രട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:32 അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം 4:18 അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:32 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ മീനക്കുറിൽപ്പെട്ട മീനൻ രാശിയിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത അഹൃബുദ്ധിയാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം പശുവാണ്, ഭൂതം ആകാശമാണ്, പശു മയിലാണ്, വൃക്ഷം കരിമ്പനയാണ്. ശനിദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. അതായത് എല്ലാ ഉത്രട്ടാതി നക്ഷത്ര ജാതകരും ആദ്യമായിട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ ജനിക്കുന്ന ദശാകാലം ശനി ദശാകാലമാണ്. ശനി ദശാകാലത്തൂടെയാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ശനി ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ബുധദശാകാലമാണ്. ബുധദശാകാലം കഴിഞ്ഞാൽ കേതു, കേതു കഴിഞ്ഞാൽ സൂര്യൻ, സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ കഴിഞ്ഞാൽ കുജൻ കഴിഞ്ഞാൽ പിന്നെ രാഹു കഴിഞ്ഞാൽ വ്യാഴം. അങ്ങനെ ദശാകാലം അവസാനിക്കുന്നു. ഇതിൻ്റെ കണക്ക് ഇങ്ങനെയാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസം ഉത്രട്ടാതി നക്ഷത്ര ദിവസമാണ്. ഉത്രട്ടാതി നക്ഷത്രം വെള്ളിയാഴ്ച ദിവസവുമായി കൂടിച്ചേരുന്നു. നാളെ ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. പുണർദം, പൂയം, അനിഴം, തൃക്കേട്ട, അവിട്ടം, ഉത്രാടം, പുരുട്ടാതി ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പുണർദം, പൂയം, അനിഴം, തൃക്കേട്ട, അവിട്ടം, ഉത്രാടം, പുരുട്ടാതി ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് ചതയം, തിരുവോണം, പൂരാടം ഈ 3 നാളുകാർക്കാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. നാളത്തെ ഇടപാടുകളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണമെന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസവും കടന്നു വരിക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. ശുഭകാര്യങ്ങൾ ചെയ്യാനുള്ളവർക്ക് ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:16 മുതൽ 7:46 വരെ ശുഭസമയമാണ്. പിന്നീട് 9:16 മുതൽ 10:46 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11:36 മുതൽ 12:24 വരെ ശുഭസമയമാണ്. വീണ്ടും ഉച്ച കഴിഞ്ഞ് 3:16 മുതൽ 5:16 വരെയും ശുഭസമയമാണ്. ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് നാളത്തെ ദിവസം ജീവിത വിജയം നേടുവാൻ ജ്യോതിഷം ഓർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇത് അംഗീകരിച്ച് ഇതിൽ വിശ്വസിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 26 നാളത്തെ തീയതി 26 ഒറ്റ സംഖ്യയാക്കുമ്പോൾ 8 വരും. അപ്പോൾ ഏതൊരു മാസത്തെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 8 വരുന്നു. അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാക്കുമ്പോൾ 8 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളത് സംഖ്യാജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളത് സംഖ്യാജ്യോതിഷം പറയുന്നു. പരിഹാരമായിട്ട് പറയുന്നത് കടും നീല, കടും പച്ച, മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പ്രതികൂലമായിട്ടുള്ളവർക്ക്, അതായത് നാളത്തെ ദിവസം ഏതൊരു മാസത്തെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമാണ്. നിരാശപ്പെടാതെ കടും നീല, കടും പച്ച, മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ വരും. മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP എന്നീ അക്ഷരങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഈ അക്ഷരങ്ങളുണ്ടെങ്കിൽ കടുനീല, കടും പച്ച, മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ ആശ്രയിക്കുന്നവർ ഈ കാര്യം ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അത് പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഞാനിതിനെ ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുക, ജീവിതത്തെ ക്രമീകരിക്കുക, നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. ചിലരൊക്കെ വിളിച്ച് കമൻറ്റ് പറയാറുണ്ട്, ഈ ഇന്ന കൂറുകാരുടെ ഫലം പറഞ്ഞിട്ട് അതൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ലല്ലോ എന്നു പറയും. അതിൻ്റെ കാരണം അവരുടെ ദശാകാലം അതുപോലെ മോശ സമയമാണ്. പൊതുവായിട്ടുള്ള സമയം അനുസരിച്ചല്ലേ, അതായത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള കലണ്ടറിൽ ഓരോ മാസത്തെയും ഗ്രഹനില എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗ്രഹനില എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ചന്ദ്രനാലുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ചന്ദ്രനാലുള്ള ഫലം പറയുമ്പോൾ അതൊന്നും ജീവിതത്തിൽ വന്നു ചേരുന്നില്ല, ആ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എങ്കിൽ ഉടൻ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ സമയം, ദശാകാല സമയം മോശമാണ്, അല്ലെങ്കിൽ ദശാകാലത്തിലുള്ള അപഹാര സമയം മോശമാണ്. അപ്പോൾ ആരെക്കൊണ്ടേലും ഗ്രഹനില എടുത്ത് പരിശോധിപ്പിച്ച്
ഇപ്പോഴത്തെ സമയത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് പ്രിയപ്പെട്ടവർക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നക്ഷത്രഫലം പറയുന്നത് പൊതുവായിട്ടാണല്ലോ. പൊതുവായിട്ടുള്ള നക്ഷത്രഫലം ആരുടെയും ഗ്രഹനില വെച്ചല്ല പറയുന്നത്. പൊതുവായിട്ടുള്ള നക്ഷത്രഫലമാണ് പറയുന്നത്. അത് ദശാകാലത്തിൻ്റെ മേന്മ, അതുപോലെ തന്നെ ദശാകാലത്തുള്ള അപഹാരനാഥന്മാരുടെ മേന്മ, ഇതൊക്കെ അനുസരിച്ച് ഇരിക്കും നല്ല ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം എന്ന് കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ളൊരു അറിവാണ്, പൊതുവായിട്ടുള്ള ഒരു അറിവാണ് പറഞ്ഞു തരുന്നത്. ആരെയും വ്യക്തിപരമായി പറയുന്നതല്ല. അതുകൊണ്ട് പൊതുവായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ ചിന്തിച്ച് വിവേചന ബുദ്ധിയോടുകൂടി എടുക്കണം എന്നും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. നാളത്തെ ദിവസം മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാം. അവരുടെ സ്ഥിതി നാളത്തെ ദിവസം എന്തായിരിക്കും? സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരാം. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാം. പിതാവിന് മാനസികമായുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പിതാവിനുണ്ടാകാം. പിതാവിന് ശത്രുത വന്നു ചേരും. ആൺമക്കളെ കൊണ്ടും പെൺമക്കളെ കൊണ്ടും കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. രോഗം, ദുഃഖം, പ്രയാസങ്ങളൊക്കെ വന്നു ചേരാം കുടുംബത്തിൽ. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവും അവർക്ക് അനുഭവത്തിൽ വന്നു ചേരും. അവരുടെ തൊഴിൽ രംഗം അവർക്ക് അനുകൂലമാണ് എങ്കിൽ പോലും അവിടെ മേലധികാരികളുടെ ഒരു അതൃപ്തി അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. മാതാവിനെ സംബന്ധിച്ച് നാളത്തെ സ്ഥിതി, അവരുടെ മാതാവിൻ്റെ സ്ഥിതി അവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. എങ്കിലും മാതാവിൻ്റെ ഒരു സഹായം ഇവർക്ക് ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. മാതാവിൻ്റെ സ്ഥിതി പോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് ചില കാര്യങ്ങളിൽ അനുകൂലമായി വന്നു ചേരും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കുറാണ്. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ, ദേഹനന്മ അനുകൂലമായൊരു ദിവസമല്ല. നാളത്തെ ദിവസം കുടുംബത്തിൻ്റെയും ധനപരമായ സ്ഥിതിയുമൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്, മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, ബന്ധുക്കളുടെ സഹകരണമൊക്കെ ലഭിക്കുന്നതിൻ്റെ ദിവസമാണ്. എന്നാൽ സഹോദരങ്ങൾ, സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളായിരുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ, അതുപോലെ തന്നെ മേലധികാരികൾ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരാം. അപ്പോൾ അങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരുന്ന സമയമാണിപ്പോൾ. അത് ഈ കർക്കിടക മാസം കുറച്ച്, അതായത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി വരെ ആ ശത്രുത നിലനിൽക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഞാൻ എന്നും ഇങ്ങനെ വിശദമായിട്ട് നക്ഷത്രഫലം ചിലപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയുള്ള ശത്രുതകൾ, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള ശത്രുതകളും ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി വരെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുശേഷം അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതാണ്. ചിലർ ഇങ്ങനെയുള്ള സമയത്തൊക്കെ പ്രശ്നമുണ്ടായി ചാടിക്കറി ജോലിയൊക്കെ കളഞ്ഞിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിശദമായിട്ട് പറഞ്ഞു തന്നത്. എപ്പോഴും ഇത് ഓർത്തൊന്നും വരത്തില്ല. അപ്പോൾ തൊഴിൽപരമായ അനുകൂലമാണ് എങ്കിലും തൊഴിലിടങ്ങളിൽ ശത്രുത ഉണ്ടാകും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ പിതാവിനും ശത്രുതകൾ ഉണ്ടാകും. സ്ത്രീകൾ മുഖേനയുള്ള ശത്രുത പിതാവിനുണ്ടാകും. സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ശത്രുത ഉണ്ടാകും. അങ്ങനെ ശത്രുതയുടെ ഒരു സമയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്കുണ്ടാകുന്നൊരു സമയം കൂടിയാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്കുണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് ഇവരുടെ അഷ്ടമാധിപൻ ഇവരുടെ കൂറിൽ നിൽക്കുന്ന സമയമാണ്. അഷ്ടമത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ചോ ചിന്തിച്ചു കഴിഞ്ഞാൽ 7-ാം ഭാവം വിവാഹഭാവമാണ്. അപ്പോൾ ആ 7ൻ്റെ കുടുംബം 2-ാം ഭാവം. അപ്പോൾ അങ്ങനെ 7ൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ശത്രുതകളൊക്കെ ഇപ്പോൾ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതാണ് അഷ്ടമത്തിൻ്റെ അധിപൻ ഇവരുടെ ജന്മഭാവത്തിൽ നിന്നാലുള്ള വിഷയങ്ങൾ. അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഷ്ടമത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ കുടുംബം അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബം, അവിടെ നിന്നുള്ള ശത്രുതകളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ നിൽക്കുന്ന സമയമാണ്. ഭാഗ്യമൊന്നും തുണയ്ക്കുവാൻ സാധ്യതയില്ല. ഇപ്പോൾ നാളത്തെ ദിവസം മാതാവ് മുഖേനയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കാര്യം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചെന്ന് വരാം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുവാനും അതുവഴി ധനനേട്ടത്തിന് സാധ്യതയൊക്കെ ഉണ്ടാക്കി അവരെടുക്കും.
അവരോട് തന്നെ അവർക്ക് തന്നെ ഒരു ധൈര്യം ഉണ്ടാകുന്ന ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവങ്ങളും ആൾക്കാർ കാണിച്ചെന്ന് വരും, ഈ നക്ഷത്ര ജാതകർ കാണിച്ചെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹത്തിന് മാത്രം അനുകൂലമായൊരു ദിവസമല്ല. കുടുംബം, ധനം എന്നിവയുടെ സ്ഥിതി തൃപ്തികരമായ വിധത്തിൽ പോകുന്ന ദിവസമല്ല. കുടുംബത്തിലും ധനപരമായ വിഷയത്തിലുമൊക്കെ ശത്രുത നിലനിൽക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരാം, പെൺമക്കൾ മുഖേന ധനം വന്നു ചേരാം. അതുപോലെ തന്നെ നാളത്തെ ദിവസം മക്കൾ മുഖേന ധനം വന്നു ചേരാം. പ്രത്യേകിച്ച് ആൺമക്കളായാലും പെൺമക്കളായാലും അവർ മുഖേന ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. പക്ഷെങ്കിൽ അത് പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യത ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മക്കളുടെ സ്ഥിതി അനുകൂലമാണെങ്കിലും പിതാവുമായുള്ള ശത്രുത ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. തൊഴിൽ ഇവർക്ക് അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല. പിതാവ് മുഖേന ധനം വന്നു ചേരുമെങ്കിലും അവിടെ ശത്രുത വന്നു ചേരുന്നുണ്ട്. ബന്ധുക്കളുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല. സഹോദരങ്ങൾ, സുഹൃത്തുക്കളുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല. തൊഴിൽപരമായി അനുകൂലമാണല്ലോ. ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളാൽ ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും. കാരണം ഇവരുടെ 6ാം ഭാവാധിപനും 7ാം ഭാവാധിപനും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ 6ാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗത്തിൻ്റെ അല്ലെങ്കിൽ കടബാധകളാലുള്ള പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചുള്ളൊരു ഗ്രഹമാണ് 6ാം ഭാവം. രോഗം, കടം, ദുഃഖം. ഈ ഭാവത്തിൻ്റെ അധിപനും ദാമ്പത്യ ജീവിതത്തിൻ്റെ അധിപനുമായ വ്യാഴവും കുജനും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ദാമ്പത്യ ജീവിത സുഖക്കുറവൊക്കെ അനുഭവത്തിൽ വരുവാനിടയുണ്ട്. ഭാഗ്യവും ഭാഗ്യക്കേടുകളും വന്നു ചേരാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയമായില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹത്തിന് മാത്രം അനുകൂലമായ ദിവസമല്ല. പല കാര്യങ്ങളിലും ടെൻഷൻ അടിക്കുന്നൊരു സമയമാണ്. അവരിലേക്ക് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഭാഗ്യക്കേടുകളും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ഉള്ളിൽ കിടന്ന് പുകയുന്നൊരു സമയമാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം അവർക്ക് കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. മക്കളുടെ സ്ഥിതി അവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് മക്കളുടെ സ്ഥിതി നാളത്തെ ദിവസം. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമല്ല. ബന്ധുക്കളുടെ സഹകരണം ശത്രുതയാണ് ഇപ്പോൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാം. അവർ മുഖേനയുള്ള ധനപരമായ നേട്ടമൊക്കെ വന്നു ചേരുന്നു. കുടുംബത്തിലും അവരുടേതായ കരുതലും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. തൊഴിൽപരമായ നേട്ടമുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നൊരു സമയമാണിപ്പോൾ. അതും അവരെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നൊരു സമയം കൂടിയാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ നാളെ മാതാവ് മുഖേനയാണ് അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ. മാതാവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ശത്രുതകളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നാളത്തെ ദിവസം കലാകാരന്മാരൊക്കെ ശോഭിക്കേണ്ട ദിവസമാണ് നാളത്തെ ദിവസം. കലാകാരന്മാരൊക്കെ ശോഭിക്കേണ്ട ദിവസമാണ്. പക്ഷേ ശത്രുത വന്നു ചേരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ മേലധികാരികൾ മുഖേന ശത്രുതകൾ വന്നു ചേരാം. തൊഴിലിടങ്ങളിലാണെങ്കിലും മേലധികാരികൾ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരാം. അങ്ങനെ പിതാവിൻ്റെ ശത്രുത വന്നു ചേരാം. അങ്ങനെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി ടെൻഷൻ അടിച്ചാണ് അവർ നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമായൊരു ദിവസമല്ല. കുടുംബത്തിൻ്റെയും ധനപരമായ സ്ഥിതിയൊക്കെ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം അവർക്ക് തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമല്ല. മാതാവ് മുഖേന പ്രതിസന്ധികളും ഈ നാളുകാർക്ക് മാനസികവും ശാരീരികവുമായ കഷ്ടതകളും ക്ലേശങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായ ദിവസമല്ല. ബന്ധുക്കളുടെ സഹകരണം ഏറെക്കുറെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് നാളത്തെ ദിവസം ഏറെക്കുറെ ലഭിക്കുമെങ്കിലും അത് കുറേ കാര്യങ്ങളിൽ പിതാവുമായിട്ട് ശത്രുത വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായ അനുകൂലമാണ്. ദാമ്പത്യ ജീവിത സുഖം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹത്തിന് അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബത്തിൻ്റെയും ധനപരമായ സ്ഥിതിയുമൊക്കെ അത്ര മെച്ചമായൊരു ദിവസമല്ല. ശത്രുതകളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം.
അതുപോലെ തന്നെ നാളത്തെ ദിവസം മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം ഇവർക്ക് അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. പിതാവിന് ശത്രുതയൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സഹകരണം ഇവർക്ക് ഏറെക്കുറെ ലഭിക്കുന്നൊരു ദിവസമാണ്. സൗരങ്ങൾ, സുഹൃത്തുക്കൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ അനുകൂലമാണ്. ദാമ്പത്യ ജീവിത സുഖം അനുകൂലമായി നിൽക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് നാളത്തെ ദിവസം ഏറെക്കുറെ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. എന്നാൽ കലാകാരന്മാർ ശോഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവരെ തേടി പ്രശസ്തിയും ബഹുമതിയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെങ്കിലും ഇക്കാര്യങ്ങളിൽ ശത്രുതയും അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്ന് ശത്രുതയും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. മക്കളുടെ സ്ഥിതി മെച്ചമല്ല. മാതാവ് മുഖേനയുള്ള സ്ഥിതിയും അത്ര മെച്ചമല്ല. മാതാവിന് നാളത്തെ ദിവസം രോഗ, ദുഃഖ, ദുരിത, പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. ബന്ധുക്കളുടെ സഹകരണം ഏറെക്കുറെ പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുഖേന ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. അവർ മുഖേനയുള്ള അപായം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാൻ എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർപ്പിക്കുന്നു. തൊഴിൽപരമായ നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. അവരുടെ തൊഴിൽ ഭാവത്തിൽ ശത്രുതകൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ തൊഴിലിടങ്ങളിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇവർക്ക് മേലധികാരികൾ മുഖേനയോ അല്ലെങ്കിൽ ഉന്നതാധികാരികൾ മുഖേനയുള്ള ശത്രുതകൾ ഇവർക്കും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്ക് നിലനിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനും തമ്മിൽ ഒരുമിച്ച് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. 6-ാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ രോഗം, കടം, ദുഃഖം, ഈ ഭാവത്തിൻ്റെ അധിപനും 7-ാം ഭാവം ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭാവമാണ്. 7-ാം ഭാവം അതിൻ്റെ ഭാവത്തിൻ്റെ അധിപൻ കുജനാണ്. കുജനും വ്യാഴവും അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗം വന്ന് ചേർന്ന് ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയം നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുറേ പേരൊക്കെ ഈ സമയത്ത് ആശുപത്രിയിൽ പോയി അഭയം പ്രാപിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു സമയദോഷത്തിൻ്റേതായ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെങ്കിൽ അത് അല്പം നീണ്ടു നിൽക്കുന്ന ഒരു സമയദൈർഘ്യമുണ്ട്. ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം ഒരു പകുതിയോടുകൂടി വരെ ആ സമയദൈർഘ്യമുള്ളതുകൊണ്ട് അതൊരു രോഗമായി മാറുവാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ടാണ് ഇവൾക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവും അതുപോലെ തന്നെ ഭാര്യയ്ക്കോ ഭർത്താവിൻ്റെ രോഗം വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ അത് ദാമ്പത്യ ജീവിത സുഖക്കുറവിന് കാര്യമായി തീരുന്നു. അതുപോലെ കാരണമായി തീരുന്നു. ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും നാളത്തെ ദിവസം ഇവരെ തേടി വരുവാൻ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുവാൻ സാധ്യതയുണ്ട്. വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതാണ് ഭാഗ്യകരമായ അനുഭവങ്ങളെന്ന് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം തുലാക്കൂറുകാർ കടന്നു പോകുന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. പിതാവ് മുഖേന ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ടതാണ്. പക്ഷേങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ കൊണ്ട് അത് സാധിക്കുന്നില്ല. നാളത്തെ ദിവസം ബന്ധുക്കളുടെ സഹകരണം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളുമൊക്കെ ഇവർക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. തൊഴിൽപരമായ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. നാളത്തെ ദിവസം ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും തുണയ്ക്കത്തില്ല. അവിടെ ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസം. മാതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാതാവ് മുഖേനയുള്ള ഒരു നേട്ടം, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മാതാവ് മുഖേനയുള്ളൊരു നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ശത്രുതകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ
അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. മക്കളുടെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതിയും അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നതല്ല. പിതാവ് മുഖേനയുള്ള കഷ്ടതകളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ദാമ്പത്യ ജീവിത സുഖവും അനുകൂലമായി നിൽക്കുന്നു. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഒന്നും ഇവരെ തുണയ്ക്കുന്ന ഒരു ദിവസമല്ല. ഭാഗ്യക്കേടുകൾ ഉണ്ടാകുന്ന ദിവസം കൂടിയാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാട, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകന്മാർ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. മക്കളെ സംബന്ധിച്ച് പെൺകുട്ടികൾക്ക് ശത്രുതകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പിതാവ് മുഖേനയുള്ള ശത്രുതകളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. ബന്ധുക്കളുടെ സഹകരണം ഇവർക്ക് കാര്യമായി ഉണ്ടാകുന്ന ദിവസമല്ല. ബന്ധുക്കൾ മുഖേന ശത്രുതകളും തിക്താനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ നിലനിൽക്കുന്നു എങ്കിലും അവിടെ ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും തുണയ്ക്കുന്നൊരു ദിവസമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം, പുരട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹധന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. മാതാവ് മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാവ് മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മാതാവ് മുഖേന സന്തോഷം കുടുംബത്തിലുണ്ടാകുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. ബന്ധുക്കളുടെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുതലായവരുടെ സഹായ സഹകരണങ്ങൾ ഏറെക്കുറെ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. തൊഴിൽപരമായി ഇവർക്ക് നേട്ടമാണ്. ദാമ്പത്യ ജീവിത സുഖം നിലനിൽക്കുന്നൊരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ഇവരെ തേടി വരുവാൻ നാളത്തെ ദിവസം സാധ്യതയില്ല. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവരുടെ പിതാവിന് ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേർന്ന് പിതാവിന് പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം, പുരട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹധന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം അനഭായോഗം എന്ന് പറയുന്ന രാജയോഗം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അനഭായോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12ാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ശനിയോ കുജനോ ശുക്രനോ ബുധനോ വ്യാഴമോ ഏതെങ്കിലും ഒരു ഗ്രഹം തനിച്ച് നിന്നാൽ മതി. അത് അനഭായോഗം എന്ന് പറയുന്ന രാജയോഗത്തെ കൊടുക്കുന്നു. അപ്പോൾ നാളത്തെ ദിവസം ഈ മീനക്കുറിൽപ്പെട്ട പുരട്ടാതി, കളുത്തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വലിയ നേട്ടം, രാജയോഗതുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹധന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബം, ധനം എന്നിവയുടെ സ്ഥിതി അനുകൂലമായ ദിവസമാണ്. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. മാതാപിതാക്കളുടെ സ്ഥിതിയൊക്കെ അനുകൂലമായ ദിവസമാണ്. എങ്കിലും പിതാവ് മുഖേനയുള്ള തടസ്സങ്ങൾ കാര്യവിജയത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ഏറെക്കുറെയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. സുഹൃത്തുക്കളുടെയും സൗരങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. തൊഴിൽപരമായ നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. ദാമ്പത്യ സുഖമൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് നാളത്തെ ദിവസം ഏറെക്കുറെ അനുകൂലമായ ഭാഗ്യാനുഭവങ്ങളെ കൊടുക്കുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം മീനക്കുറിൽപ്പെട്ട പുരട്ടാതി, കളുത്തുട്ടാതി, രേവതി നാളുകാർ കടന്നു പോവുക. അവർക്ക് രാജയോഗതുല്യമായ അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവനെ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.